നജീബ് കാന്തപുരത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുത്തത് താഴെക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 7917 വോട്ടാണ് പഞ്ചായത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. കൺവെൻഷനിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് 6000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. പ്രതീക്ഷയ്ക്കുമപ്പുറം ഞെട്ടിച്ച ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞെന്ന് നേതാക്കൾ. താഴേക്കോട് നിന്നും 5000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ട് താൻ തൃപ്തിപ്പെടില്ലെന്നും 6000 വോട്ടിന്റെ ഭൂരിപക്ഷം വേണമെന്നും നജീബ് കാന്തപുരം അതേ ചടങ്ങിൽ പറഞ്ഞു. ഇവിടെ 5000 വോട്ട് ഭൂരിപക്ഷം വേണമെന്ന് റഷീദ് മാഷ് പറഞ്ഞു. എനിക്കത് പോരാ, താഴെക്കോട്ടെ ഞാനത് സമ്മതിക്കുമില്ല. എനിക്ക് 6000 വോട്ടെങ്കിലും നിങ്ങൾ തരണം, ഭൂരിപക്ഷം തരുമോ, പണിയെടുക്കുമോ? എന്നാൽ രണ്ട് കണക്കും തെറ്റിച്ച് 7917 വോട്ടിന്റെ ഭൂരിപക്ഷം താഴേക്കോട് പഞ്ചായത്തിൽ നിന്നും നജീബ് കാന്തപുരത്തിന് നേടാനായി. ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഇറക്കിയ കഥകളെല്ലാം കാറ്റിൽ പറത്തിയാണ് നജീബ് കാന്തപുരം വലിയ ഭൂരിപക്ഷം താഴേക്കോട് പഞ്ചായത്തിൽ നിന്നും നേടിയതെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VP റഷീദ് പറഞ്ഞു. CPMന്റെ കള്ളപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും ചെവിക്കൊള്ളാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വലിയ വിജയം ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ടീം UDF ആയി പ്രവർത്തിച്ച പ്രവർത്തകന്മാർക്ക് പ്രത്യേകം നന്ദി ഞങ്ങൾ പറയുകയാണ്. താഴേക്കോട് പഞ്ചായത്താണ് ഈ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നജീബ് കാന്തപുരത്തിന് കൊടുത്തത്. ഇതേ വേദിയിൽ തന്നെ നിങ്ങളോടത് പറയുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷൻ വോട്ട് എണ്ണുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ നടത്തിയ പത്രസമ്മേളനത്തിൽ നമ്മൾ പറഞ്ഞു 15000-നും 20,000-നും ഇടയിലുള്ള ഭൂരിപക്ഷം അത് നജീബ് കാന്തപുരത്തിന് പെരിന്തൽമണ്ണയിൽ ലഭിക്കുമെന്ന് പറഞ്ഞു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് 32,000 ചില്ലാനത്തിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിച്ചു എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം കുടികെട്ടി പാർത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കഴിഞ്ഞ തവണ 38 വോട്ടിനാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ നിന്ന് ലഭിക്കും. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം താഴേക്കോട് നിന്നും നൽകാൻ കഴിയുമെന്ന് നജീബ് കാന്തപുരത്തിന് നൽകിയ ഉറപ്പിനപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷം നൽകാൻ കഴിഞ്ഞെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MT അഫ്സൽ പറഞ്ഞു. ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഞങ്ങൾ അദ്ദേഹത്തോട് 5500-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങൾ ഇവിടെ നിന്ന് നൽകാമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം ആ യോഗത്തിൽ വെച്ച കൺവെൻഷനിൽ വെച്ച് തന്നെ 6000 വോട്ട് എനിക്ക് താഴേക്കോട് പഞ്ചായത്തിൽ നിന്നും താഴേക്കോട് പഞ്ചായത്ത് UDF കമ്മിറ്റി ഭൂരിപക്ഷം ഉണ്ടാക്കി തരണം എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് 7917 വോട്ട്, ഏകദേശം 8000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം താഴേക്കോട് പഞ്ചായത്തിൽ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ വെറും 38 വോട്ടിന് മാത്രമാണ് നജീബ് സാഹിബ് വിജയിച്ചത്. അത് വലിയ ഒരു ഭൂരിപക്ഷമാക്കി മാറ്റുന്നതിൽ താഴേക്കോട് പഞ്ചായത്തിൻ്റെ വലിയ പങ്കായിരിക്കും അതിലുണ്ടാവുക എന്നുള്ളത് ഞങ്ങൾ സൂചിപ്പിച്ച അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തിട്ടുള്ള വാക്ക് ഞങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ താഴേക്കോട് പഞ്ചായത്തിൽ UDFിലുണ്ടായിരുന്ന വിയോജിപ്പുകളെല്ലാം ഒത്തുതീർപ്പാക്കി ടീം UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഭൂരിപക്ഷ വർധനവെന്ന് UDF ചെയർമാൻ പത്മനാഭൻ പറഞ്ഞു. ഞങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഈ ടീം UDF ഇത്ര നല്ല രീതിയിൽ ഒരു യോജിപ്പിലല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നിയുക്ത MLAയുടെ ശ്രമഫലമായി ഒരു ടീം UDF എന്താണ് എന്നുള്ള രീതിയിൽ തന്നെ അത് വാർത്തെടുക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്ര വലിയ സ്വപ്നതുല്യമായ ഒരു ഭൂരിപക്ഷം താഴേക്കോട് പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളൊരു വസ്തുതയാണ്. മണ്ഡലത്തിൽ നിന്നും 32,838 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നജീബ് കാന്തപുരം നേടിയത്. മറ്റ് പഞ്ചായത്തുകളേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം താഴേക്കോട് നിന്നുമാണ് ലഭിച്ചത്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.